ദിലീപിന്റെ ബബുബ സിനിമയിലെ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ ഒരു ചിത്രത്തിൽ ഒരുപാട് ഹൈപ്പ് കയറാൻ പല പല കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിലെ ഒന്ന് രണ്ട് കാരണങ്ങളായിരുന്നു ടീസറിലെ ആ ഒരു തമ്പിനെയിലും വിനീതിന്റെ ആ ഒരു ക്യാരക്ടർ പോസ്റ്ററും, എക്സ്പെഷ്യലി വിനീതിന്റെ ആ ഒരു ക്യാരക്ടർ പോസ്റ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒപ്പം ആ ടൈറ്റിൽ കാർഡ് എന്ന് വെച്ചാൽ നോ മോർ ക്രിഞ്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനൊപ്പം ഇതൊന്നും പോരാഞ്ഞിട്ട് ആ ഒരു ടീസറിന്റെ തമ്പിനെയിൽ പോസ്റ്ററിൽ ഒരു കിടിലൻ ക്ലൈമാക്സ് ഫൈറ്റ് ആണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്ററും, ഇത് ശരിക്കും സിനിമയുടെ ഭാഗമാണെന്നുള്ള പോസ്റ്റർ എന്ന രീതിയിൽ പലവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഇതൊന്നും സിനിമയിലില്ലായിരുന്നു. ദിലീപിന്റെ മാഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെക്കാട്ടിലും ഒരു എക്സ്ട്രീം മാഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും വിനീത് എന്നായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് അതിന്റെ പകുതി പോലും സാറ്റിസ്ഫൈ ആയില്ലായിരുന്നു. അത് ഈ ഒരു സിനിമയുടെ പോരായ്മ തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു ചിത്രം നല്ല രീതിയിൽ തന്നെ വർക്ക് ആവാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രം മറ്റൊരു തരത്തിലോട്ട് നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് കിടില തന്നെയായിരുന്നു. ഫസ്റ്റ് ഹാഫ് അതേ രീതിയിൽ തന്നെ പ്ലേസ് ചെയ്ത് സെക്കൻഡ് ഹാഫിൽ വിനീത് തന്റെ അച്ഛനെ കാണാതായിട്ട് തനിക്ക് രക്ഷിക്കാൻ പോലും പറ്റാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം എടുത്ത് ഒരു എക്സ്ട്രീം മാഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലോട്ട് എത്തിയിട്ട് അവസാനം ദിലീപുമായിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ കിടിലും ഒരു എന്റർടൈനർ ആകേണ്ട ഒരു ചിത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കുറച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ആവാൻ ചാൻസ് ഉള്ളതായിരുന്നു ഈ രീതി കഥ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും. ഒപ്പം തന്നെ എൽ ഫാക്ടർ ഈ ഒരു ചിത്രത്തിൽ വേണമെന്ന് നിർബന്ധമായിരുന്നെങ്കിൽ ചിലപ്പോൾ ദിലീപ് ഏട്ടന്റെ ആശാനായിട്ട് വല്ലതും പ്ലേസ് ചെയ്യായിരുന്നു. ആശാനായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു സിനിമയെ കണ്ട പോലത്തെ രീതിയിലല്ല, ഫ്ലാഷ് ബാക്കിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി ലാലേട്ടന്റെ ആ ഒരു ഗില്ലിബാല സെറ്റപ്പ് ഒക്കെ മാറ്റി പുള്ളിക്കൊരു താങ്ങായി, പുള്ളിക്ക് ആരും ഇല്ലാത്ത സമയത്ത് ഒരു താങ്ങായി നിന്നിരുന്നത് ലാലേട്ടനായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ആ ഒരു പുള്ളിയുടെ അച്ഛനെയൊക്കെ തട്ടെ അല്ലെങ്കിൽ ആ ഒരു റിവെഞ്ച് എടുക്കാനുള്ള കോൺഫിഡൻസ് ഒക്കെ കിട്ടി ഇത് പുള്ളി എടുക്കുകയെന്നൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത്യാവശ്യം നൈസായി പോകേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രി തന്നെ ഉള്ളൊരു കാര്യം തന്നെയാണ്. സിനിമ ഇറങ്ങിയാലും ഇല്ലെങ്കിലും സിനിമ പൊട്ടിയാലും ശരി സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് എന്തായാലും അനൗൺസ് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. അത് ഈ ഒരു ചിത്രത്തിലും ഉണ്ട്. ബട്ട് ഈ ഒരു ചിത്രത്തിലെ പ്ലേസിംഗ് മൊത്തത്തിൽ മാറിപ്പോയി. അതായിരുന്നു ഈ ഒരു ചിത്രത്തിൽ ഭയങ്കര ഒരു പണിയായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ കാണിക്കേണ്ട സീൻസ് ആണ് സെക്കൻഡ് പാർട്ടിലോട്ട് ഷിഫ്റ്റ് അടിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ മറ്റൊരു യൂണിവേഴ്സ് എന്ന രീതിയിൽ ഓസ്കാർ ബ്രദേഴ്സ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു സെക്കൻഡ് പാർട്ട് ഒരു ഫുള്ളി മാഡ്നസ് വേൾഡ് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയായിരുന്നു. ആ രീതിയിലാണ് സെക്കൻഡ് പാർട്ടിന് ഹിന്ദി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിന് അടിതെറ്റി തുടങ്ങിയത് എവിടം തൊട്ടാണെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ ആ ഒരു വിനീതിന്റെ ക്യാരക്ടർ പോസ്റ്റർ ഒക്കെ ഇറക്കിയപ്പോൾ പലവരും ഒരു എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനൊപ്പം ആ ഒരു ടീസറിലെ ആ ഒരു തമ്പനയിൽ കണ്ടപ്പോഴും എല്ലാവരും എക്സ്പെക്ട് ചെയ്തു വിനീത് ശ്രീനിവാസന് ദിലീപുമായിട്ടുള്ള ഒരു വമ്പം പരിപാടി തന്നെയാണ്. കാരണം അവരായിട്ടുള്ള ഫൈറ്റ് കാണും, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ അത്രയും മാഡ് ആയിട്ടുള്ള ദിലീപ് എന്നത് മാഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞു, അതിൽ എക്സ്ട്രീം മാഡ് ആയിട്ടുള്ള ഒരു വിനീത് ശ്രീനിവാസനും കൂടെ ഒപ്പം എത്തിക്കഴിയുമ്പോൾ ദിലീപിനെ ഇട്ട് ചുറ്റിക്കുന്ന ഒരു പരിപാടി എല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിലെങ്കിലും ആ ഒരു സംഭവം കൊടുത്തിരുന്നെങ്കിൽ പോലും സിനിമ വെർത്തായേനെ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹിറ്റിലോട്ട് പോകേണ്ടത് തന്നെയായിരുന്നു. ബട്ട് ആ ഒരു കാര്യത്തെ സെക്കൻഡ് പാർട്ടിലോട്ട് അതിനെ കൊണ്ടുപോയപ്പോഴാണ് കുറച്ചുകൂടെ അതായത്. ബട്ട് എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിനുള്ള സംഭവം ഒന്നും കാണത്തില്ല. ബട്ട് ഇത്രയും ഒരു ഹൈപ്പൊക്കെ കയറിയുകൊണ്ട് സെക്കൻഡ് പാർട്ടിന് ഹിന്റ് കൊടുത്താൽ കിടിലമായിരിക്കും എന്നുള്ള രീതിയിലാവാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അല്ലെങ്കിൽ ഇത്രയും കിടിലം പ്ലേസ് ചെയ്യാൻ പറ്റിയൊരു സംഭവത്തെ സെക്കൻഡ് പാർട്ടിലോട്ട് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടുള്ള ആ ഒരു വിനീത് ശ്രീനിവാസൻ ദിലീപിന്റെ ആ ഒരു ഫൈറ്റിന്റെ ഒക്കെ എൻകറേജ് സീനിലായിട്ട് ജസ്റ്റ് ഒന്ന് മിന്നി മറിഞ്ഞ് കാണിച്ച് സെക്കൻഡ് പാർട്ടി ആ ഒരു ഫൈറ്റ് ഒക്കെ തരാന്നുള്ള രീതിയിൽ കൊണ്ടുപോയി. ബട്ട് അതൊരു ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ കിടിലമായതിനെ തോന്നി. അപ്പോൾ പറഞ്ഞു വന്നത് സെക്കൻഡ് ഹാഫിൽ എടുത്ത് വെക്കേണ്ട സീൻസ് ഒക്കെ സെക്കൻഡ് പാർട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തതായി പോയി ഈ ഒരു ചിത്രത്തിൽ കുറച്ച് നെഗറ്റീവ് ആയാലും അടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ആയി തോന്നിയിട്ടുള്ളത്. ഈ സിനിമയെക്കുറിച്ചുള്ള മൊത്തം അനാലിസിസ് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിലാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെ ഇതിലൂടെ ബബുബ സിനിമയ്ക്ക് മോശമാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് വർക്കായിട്ടുള്ള ചിത്രമാണ്. കാരണം എനിക്ക് ഈ ജോണേഴ്സുള്ള ഒരു അടിച്ചുപൊളി എന്റർടൈനർ പരിപാടിയുള്ള സിനിമകളൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ചിത്രം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ഈ രീതിയിലുള്ള ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ തന്നെ എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് അത് സെക്കൻഡ് പാർട്ടിലോട്ട് ആയപ്പോൾ ഒരു നിരാശയൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആസ് ആൻ എന്റർടൈനർ എനിക്ക് നല്ല രീതിയിൽ തന്നെ എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നിയ മാത്രമാണ് ഞാൻ ഈ ഒരു ചിത്രത്തെ കണക്കാക്കിയിട്ടുള്ളത്. എന്തൊക്കെയായാലും ഇനി സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല. കാരണം ഇത്രയും ബഡ്ജറ്റ് മുടക്കി എടുത്തൊരു പടത്തിന് ഭയങ്കര രീതിയിൽ സക്സസ് ഒന്നും ആകാൻ സാധിച്ചില്ല. അവർ സക്സസ് ആകുമെന്നുള്ള രീതിയിലായിരിക്കും സെക്കൻഡ് പാർട്ട് ഈ രീതിയിലൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് പാർട്ട് വരുമ്പോഴായാലും അത്ര വലിയ എക്സ്പെക്ടേഷൻ വെക്കുമെന്നൊന്നും തോന്നുന്നില്ല. കാരണം ആ രീതിയിലായിരുന്നു സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനിൽ പോയതുകൊണ്ടൊക്കെ തന്നെ. പിന്നെ ഇനിയും എക്സ്ട്രീം ലെവലായിട്ടുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടൊക്കെ എടുക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനിയും സെക്കൻഡ് പാർട്ട് വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്തായാലും ഞാൻ ഈ പോസ്റ്ററൊക്കെ കണ്ടിട്ടൊക്കെ തന്നെ ഉള്ള ഒരു എക്സ്പെക്ടേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു പോസ്റ്ററിലുള്ള ഈ ഒരു സീനും ഈ ഒരു ലുക്കൊക്കെ എവിടെ നോക്കിയപ്പോഴാണ് എൻകറേറ്റിൽ ആ ഒരു ഫൈറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായിട്ടുള്ളൂ അതൊരു സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഹിന്റിന് വേണ്ടിയുള്ളതാണ്. പിന്നെ എക്സ്പെഷ്യലി പറയേണ്ടത് ആ ഒരു വിനീത് ശ്രീനിവാസന്റെ ആ ഒരു ക്യാരക്ടർ പോസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ടുള്ള ഒരു കിടിലമായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സാധനം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മാഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ മാഡ്നസ് എക്സ്ട്രീം എത്തുമ്പോൾ ആ ഒരു BGM ഒക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും
അതൊന്നും വന്നില്ല. പിന്നെ ആ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് ഒരു പോസ്റ്ററിലെ ഒരു വീഡിയോ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ സിനിമയിലില്ല, എവിടേക്കൊക്കെയോ പോയി. എനിക്ക് തോന്നുന്നു ശാന്തകുമാരനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്ന് മാറ്റി ഗോപി സുന്ദർ വന്നപ്പോൾ ഗോപി സുന്ദറിന്റെ മാത്രം ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്ലേസ് ചെയ്താൽ മതി എന്നുള്ളൊരു സജഷൻ വല്ലതും വന്ന് കാണും, അതുകൊണ്ടായിരിക്കാം. ബട്ട് അതൊക്കെ കിടിലമായിട്ടുള്ളൊരു BGM സ്കോറൊക്കെ തന്നെയായിരുന്നു. എന്തായാലും എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളൊരു കാര്യം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക.